ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണേ. അപ്പോൾ ഒരു മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് കൊത്തമര ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് നിലക്കടലയും കൂടെ ചേർത്ത് നല്ല അടിപൊളി ഒരു ഐറ്റം ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലേ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോടെ ചെയ്തേക്കണേ. അപ്പം വളരെ എളുപ്പത്തിൽ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഞാനൊന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടേ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർക്കുന്നുണ്ട്. സാധാരണ കോക്കനട്ട് ഓയിൽ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇനി ആ ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കേ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളം നിലക്കടല ഞാനൊന്ന് എടുക്കുന്നുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ നിലക്കടല വേണമെങ്കിൽ ഇതിൻ്റെ തൊലി കളയാം, അല്ലെങ്കിൽ തൊലി കളയാതെയും നമുക്ക് ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് രണ്ടും കൂടെ നിറം ഒന്ന് മാറി വരുന്നവരെയും ഒന്നങ്ങ് റോസ്റ്റ് ആക്കി എടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് റോസ്റ്റ് ആക്കി എടുത്താൽ മതിയാവേ. ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ എത്തണം. ആ ഒരു പരുവം വരെ ഒന്ന് വഴറ്റി എടുത്താൽ മതിയാവും. ഇപ്പോൾ ഏതാണ്ട് ഒരു ബ്രൗൺ കളറിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഒന്ന് മതിയാവും. ഇതിലും കളർ മാറാൻ നിൽക്കണ്ട. ഈ സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 10-15ഓളം കുഞ്ഞുള്ളി ഒന്ന് വൃത്തിയാക്കി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന കൊത്തമര ഉണ്ടല്ലോ, അത് ഒന്ന് അരിഞ്ഞെടുത്തതാണ്. ഒരുപാട് അങ്ങ് ചെറുതാക്കിയിട്ടുമില്ല, എന്നാൽ ഒരുപാട് വലുതാക്കിയിട്ടും ഇല്ലാത്ത രീതിയിലാണ് ഒന്ന് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇതുപോലൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക. എന്നാലും ഒരുപാട് അങ്ങ് വലുതാക്കി അരിയണ്ട. അപ്പോൾ ഇനി എല്ലാം കൂടെ ഒന്നങ്ങ് മിക്സാക്കി ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്നങ്ങ് വെന്ത് വരണം. അതുപോലെ നമ്മുടെ ഈ കൊത്തമരയും ഒന്ന് വെന്ത് വരണം. ഇതൊരു 1-2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷമേ ഇനി ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അപ്പോൾ വറ്റൽമുളകിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിതിലേക്ക് പച്ചമുളകും ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് വറ്റൽമുളക് ഒരെണ്ണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പച്ചമുളകൊക്കെ ഒഴിവാക്കിയിട്ട് വറ്റൽമുളക് മാത്രം ചേർക്കാം, അല്ലെങ്കിൽ വറ്റൽമുളക് മാത്രം ചേർത്തിട്ട് പച്ചമുളക് ഒഴിവാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ്ട് ഇതുപോലെ ഒന്നങ്ങ് വഴറ്റിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്കിതിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം കൊണ്ട് ചേർത്ത് കൊടുക്കാം. വീണ്ടും എല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇത് അധിക സമയമൊന്നുമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഈ കൊത്തമരയൊക്കെ കഴിക്കാതിരിക്കുന്നവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടൊരു ഐറ്റം അല്ലേ. അപ്പം കഴിപ്പിക്കാൻ പറ്റിയ ഒരു ഐഡിയ ആണ്. ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴേ ഇതിൻ്റെ ഒരു ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കത്തൊന്നുമില്ല കേട്ടോ. പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതാണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ കഷ്ണം പുളിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതെല്ലാം കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ കൊത്തമരയൊക്കെ കുറച്ചും കൂടെ വേവ് കൂടുതലാണ്. അതുകൊണ്ട് നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കണം. വേണമെങ്കിൽ വെള്ളം ചേർത്ത് വേവിക്കാം. ഞാൻ പക്ഷേ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് ഒന്ന് വേവിക്കുകയാണേ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ അല്ലെങ്കിൽ ഒരല്പം വെള്ളം ചേർത്തോളൂ കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഇതിനകത്ത് അങ്ങനെ അടുക്കി പിടിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്. ഇനി ഇത് ഇടയ്ക്ക് 1-2 വട്ടമൊക്കെ ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാണ്ട നമ്മുടെ കൊത്തമരയൊക്കെ നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ. ആ നിറമൊക്കെ ചെറുതായിട്ടൊന്ന് മാറി, അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഞാൻ ഇനി പച്ചമുളക് ചേർക്കുകയാണ്. പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പച്ചമുളക് ഞാൻ നേരത്തെ ചേർക്കാൻ മറന്നുപോയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ അവസാനം ചേർത്തത്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചേർത്തോളൂ കേട്ടോ. നമ്മൾ ആ വറ്റൽമുളകൊക്കെ ചേർക്കുന്ന സമയം തന്നെ അങ്ങ് ചേർത്തോളൂ. ഇനി ഇത് വീണ്ടും ഒന്നും കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ട എല്ലാം ഒന്ന് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാം നല്ല പോലെ ഒന്നങ്ങ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും കണ്ടോ, ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ദാണ്ട ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരക്കില്ലേ, അതുപോലെ പൾസ് മോഡിലിട്ട് 2-3 വട്ടം ഒന്ന് അത്രയും മാത്രം മതി കേട്ടോ. അത് അങ്ങനെ അരച്ചാൽ മതിയാവും. ഒരുപാട് അങ്ങ് അരഞ്ഞ് പോവണ്ട. അപ്പോൾ നമുക്കൊന്ന് അരച്ച് കൊണ്ടുവരാം.
കണ്ടോ? നമ്മൾ ഈ ചമ്മന്തിയൊക്കെ അരയ്ക്കുന്ന പോലെയാണ്. കുറച്ച് തരിതരിപ്പായിട്ട് തന്നെയാണ് ഒന്ന് അരച്ചെടുത്തേക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടൊരു ഐറ്റമാണ്. നല്ല ടേസ്റ്റിയുമാണ് കഴിക്കാനായിട്ട്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ സൈഡായിട്ട് വെച്ച് കഴിക്കാൻ ബെസ്റ്റാണ് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു ബൗളിലോട്ട് ഞാനൊന്ന് മാറ്റുന്നുണ്ട്. ഇതാണ്ട് ഇപ്പം എല്ലാം ഞാനൊരു ബൗളിലോട്ട് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉരുട്ടി എടുത്ത് കഴിഞ്ഞാല് നമ്മുടെ അടിപൊളി കൊത്തമര ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊന്നും ചേർത്തിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്ത് കഴിഞ്ഞാല് നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം നിങ്ങളെന്തായാലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.